കിരാത എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കേറെ പ്രിയപ്പെട്ട നടൻ എം.ആർ. ഗോപകുമാറാണ് വന്നത്. സന്തോഷം. ഇപ്പോൾ കിരാത അതിനെ കുറിച്ചാണ് നമുക്ക് പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ദുരൂഹത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് തോന്നുന്നത്. എന്താണ് കിരാത പറയുന്നത്? സബ്ജക്റ്റ് കിരാത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം നമ്മൾ എത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും നമ്മളിൽ ഇപ്പോഴും ഒരുമാതിരി ആത്മചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അനാചാരം വിശ്വാസം നല്ലതാണ്, വിശ്വാസം എപ്പോഴും നമുക്ക് പോസിറ്റീവാണ്. പക്ഷെ അന്ധവിശ്വാസവും അനാചാരവും എന്ന് പറയുന്നത് അത് നെഗറ്റീവാണ്. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കയറ്റരുത്. അപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു സിനിമയാണ്. അത് പലതരത്തിലുള്ള അന്ധവിശ്വാസം, പലതരത്തിലുള്ള ഈ ഒരു സിനിമ പറയുന്നത് നമുക്ക് ഇപ്പം പറയാൻ പറ്റുന്നത് എന്താണ്? ഇതിൽ പറയുന്ന എന്ത് തരം അനാചാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്? അതായത് നമുക്ക് ഉണ്ടാകുന്ന ചീത്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികൾ എന്തോ ദുഷ്ടശക്തികളുടെ പ്രേരണ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നൊരു ചിന്ത വരികയും അത് ചില പ്രവൃത്തികൾ ചെയ്താൽ അത് മാറിക്കിട്ടുന്നവർ വിശ്വസിക്കുകയും ചെയ്തു. ആ പ്രവൃത്തികളെന്ന് പറയുന്നത് ക്രിമിനൽ പ്രവൃത്തികളാണ്. ഒരിക്കലും ഒരു സമൂഹത്തിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. മനുഷ്യനെ കൊന്നിട്ട് വേറൊരുത്തനെ കൊന്നിട്ട് നമുക്ക് നല്ലത് വരണം നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്നു? അതിലെന്ത് തത്വചിന്തയാണ്? ബലി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ഇപ്പോഴും നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ അതിന്റെ വാർത്തകളെ മലയാളികൾ നമ്മൾ ഭയങ്കര അഹങ്കാരമായിട്ട് പറയാറുണ്ട്. നമ്മൾ ദിവസം 2 നേരം കുളിക്കും, പിന്നെ മറ്റേ വിദ്യാഭ്യാസം 100% സാക്ഷരതയുണ്ട്, നമ്മൾ ദിവസം 3 പേപ്പറെങ്കിലും വായിക്കും. ഇതൊക്കെ വായിച്ചിട്ട് എന്താ കാര്യം? ഇതെല്ലാം മനസ്സിലിരിക്കും. അപ്പോൾ ഇത് മലയാളി മനസ്സിലാക്കുകയും നന്നാവുകയും ചെയ്യേണ്ടത് ഇതിലാണ്. അവൻ്റെ മനസ്സ് സ്വന്തം ആദ്യം വൃത്തിയാക്കണം. അങ്ങനെ ഒരു സതുദ്ദേശം കൂടി ഉണ്ട് ഈ സിനിമ. എൻ്റെ ക്യാരക്ടർ ഒരു ഇതുപോലെ അഫക്റ്റ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയുടെ ഗാർഡിയനാണ്. ഇതിൻ്റെ അവസാനത്തെ ഒരു ഫേസിലാണ് ഞാൻ വരുന്നത്. എനിക്കൊണ്ടിപ്പോൾ സാറ് ചെയ്ത നമ്മളെ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ തന്നെ എല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സോഫ്റ്റ് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഒരു പാവം ക്യാരക്ടേഴ്സോ ഒക്കെയാണ്. അപ്പോൾ അത് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് അതങ്ങനെ ഒരു ഇതിലോട്ടൊക്കെ പെട്ടുപോയതാണ്, ഈ പാവം ക്യാരക്ടേഴ്സിലൊക്കെ പെട്ടുപോയതാണ്. പാവം അല്ലാത്ത ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇതുപോലത്തെ വിധേയൻ. എനിക്കൊരു ഇപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയ ശേഷം ഇപ്പൊ വിധേയല്ലേ പിന്നെ കാണിച്ചു തുടങ്ങി. അതിലെ ഒരു ക്യാരക്ടർ അതുപോലെ പുലിമുരുകൻ വേറെ കാണാറുണ്ടോ? പിന്നെ ഈ ട്രോളെന്ന് പറയുന്നത് അതൊരു നമ്മളെന്താ പഴയ കാർട്ടൂണിന്റെ ഒരു വേറെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വിധേയനായാലും പുലിമുരുകനായാലും ഒക്കെ ഇപ്പൊ വീണ്ടും അതെന്നും റീവാച്ച് ചെയ്ത് കാണുന്ന എങ്ങനെയാണ് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ വിധേയന്റെ ഒക്കെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? വിധേയൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിനിമക്ക് അഭിനയിക്കാൻ പറ്റാന്ന് പറഞ്ഞ വലിയ ഭാഗ്യമാണ്. കാരണം സൂപ്പർ സ്റ്റാറുകൾ നിറഞ്ഞാടുന്ന ഒരു സമയത്ത് അതല്ലാത്ത ഒരു ഫ്രഷറായിട്ടുള്ള വരുന്ന ഒരാൾക്ക് ഫ്രഷർ സിനിമയിൽ ഫ്രഷറാണ്. ബാക്കി നാടകത്തിലും സീരിയലിലും ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഫ്രഷായിട്ട് വരുന്ന ഒരാൾക്ക് അങ്ങനെ ഇത്രയും ഒരു ഗംഭീര ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് അന്ന് തന്നെ ഞാൻ ഈ വിധേയൻ എന്ന് പറയുന്ന സിനിമയിൽ ഭാസ്കര പട്ടേലിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സക്രിയയുടെ കഥയാണ്. അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വായിച്ചും വിവരമൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇനി നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടുന്നു. അത് ഇപ്പോൾ സത്യം. ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ, 32 വർഷമായി. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ല 93-ലാണ് ആ ഫിലിം ഷൂട്ട്. 32 വർഷത്തിന് ശേഷം ഇപ്പോഴും ചോദിക്കുക. അപ്പോൾ അത് അന്ന് അയാൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ അന്ന് ഞാൻ ചോദിക്കുന്നത്, അത് അന്ന് ചിന്തിച്ചിരുന്നു ആള് പറഞ്ഞപ്പോ ഇത്രത്തോളം ചർച്ചയാവും? ഇല്ല അങ്ങനെ നമ്മൾ അത് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് അവാർഡ് അതിന് വലിയ അപ്രീസിയേഷൻ അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ ആ ക്യാരക്ടർ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അത് അന്ന് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ പോലെ സാറിനും അന്ന് സ്റ്റേറ്റ് അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡുകൾ കിട്ടിയിരുന്നു. പുലിമുരുകനായാലും ഈ പറഞ്ഞ പോലെ ഈ ട്രോളുകളിലൂടെയാണ് അതന്ന് അഭിനയിക്കുമ്പോൾ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു ഇല്ല. അത് ശരിക്കും തുടക്കത്തിൽ ആ ക്യാരക്ടർ അത്ര ഇല്ലായിരുന്നു. വളരെ ചെറിയ ക്യാരക്ടറായിരുന്നു ഈ മൂപ്പൻ എന്ന് പറയുന്നത്. പിന്നീടാണ് ഈ മൂപ്പനിലൂടെ പുലിമുരുകന്റെ കഥ പറയുന്നത്, അതിന്റെ പാസ്റ്റ് പറയുന്നതൊക്കെ ഈ മൂപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ പിന്നീട് വന്നതാണ്. അത് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം അവർ തീരുമാനിച്ച ഒരു മാറ്റമാണ്. പക്ഷെ അത് എനിക്ക് വലിയ ഉപകാരമായി. 13 ദിവസം വർക്കുണ്ടായിരുന്നു.
ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ക്യാരക്ടർ സെലക്ഷൻ വരുന്നത് ഈ ഒരു സിനിമ തെരഞ്ഞെടുക്കും ഒരു സീരിയൽസ് ചെയ്യുന്നത് നാടകം ഞാൻ ബേസിക്കലി സീരിയൽ ആക്ടർ, എനിക്കത് യാതൊരു മടിയില്ല. ഞാൻ തുടങ്ങിയ സീരിയൽ ഇപ്പോഴും അത് ഈ 2022 2-3 ദിവസം കൂടെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ 2 ദിവസം കൂടെ കഴിയുമ്പോൾ 40 വർഷമാകും. 40 വർഷം സീരിയലിൽ അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ അപ്പോൾ ഞാൻ ബേസിക്കലി ഞാൻ സീരിയൽ ആക്ടർ തന്നെയാണ്. പക്ഷെ ഇതിൽ വരാൻ കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ എടത്തോടി ഭാസ്കരൻ സാർ, അദ്ദേഹം ബഹ്റിനിലാണ്. അപ്പോൾ ഞാൻ ബഹ്റിനിൽ പോയപ്പോൾ അവിടെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിൻ്റെ പ്രൊഡ്യൂസർ ഭാസ്കരൻ സാറായിരുന്നു. അപ്പോൾ ഒരു വേഷം അഭിനയിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹമായിട്ടുള്ള പരിചയം കൊണ്ടാണ് ഈ ക്യാരക്ടറിൽ ഇതിലൊരു വേറെ കുറച്ച് സീൻസ് ആഡ് ചെയ്യേണ്ടി വന്നപ്പോൾ ആ ആഡ് ചെയ്യുന്ന സീനിൽ എന്നെ കൂടെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഒരു സുഖമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഒരു വളരെ ചെറിയ വേഷമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്ന് കൊച്ചി വരെ വന്നതിന് പങ്കെടുക്കാൻ കാരണവും അത് തന്നെയാണ്. അപ്പൊ ഈ സീരിയൽസിൽ കമ്മിറ്റഡ് ആയതുകൊണ്ടാണോ സിനിമകൾ നഷ്ടപ്പെടുന്നുണ്ടോ? അല്ല, ഞാൻ സെലക്റ്റീവ് അല്ല. ഒരിക്കലും ഞാൻ ഇന്ന സീരിയൽ വേണം അല്ലെങ്കിൽ സിനിമ വേണം എന്ന് ചിന്തിക്കും. അല്ലെങ്കിലും ചില സിനിമയിലേക്ക് വിളിക്കുമ്പോൾ സീരിയലിൽ എന്തായാലും മാസം ഇത്ര ദിവസം ഡേറ്റ് മാറ്റി വെക്കേണ്ടി വരാറുണ്ടല്ലോ. ഇതുവരെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടമില്ല. അത് വിളിക്കാത്തതുകൊണ്ട് തന്നെയാണ്, സിനിമയിൽ വിളിക്കാത്തതുകൊണ്ട് തന്നെയാണ് വിളിച്ചതെല്ലാം പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സീരിയൽ പറയുമ്പോഴേ നമുക്ക് ജ്വാലയെ മറക്കാൻ പറ്റില്ല. ജ്വാലയും ഈ പറഞ്ഞ പോലെ അതൊരു വിപ്ലവം കൊണ്ടുവന്ന ഭയങ്കര 2 മണി 3 മണിക്ക് വന്ന് ആൾ പ്രേക്ഷകർ അതായത് ഓട്ടോറിക്ഷക്കാർ വരെ അവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയം മാറ്റി. 1 മണിക്ക് വരുന്നവർ 2:30 മണി സമയമാക്കി. അത് ഇവിടെ വന്ന് ഊണം കണ്ട് ഈ സീരിയൽ കണ്ട് തിരിച്ചു പോകുക, രണ്ടാമത് പോവുക. അപ്പോൾ അങ്ങനെ മലയാളികളുടെ ജീവിതക്രമത്തിന് ഓരോ മാറ്റം വരുത്തിയ ഒരു സീരിയലായിരുന്നു. സീരിയലിന് വിമർശനങ്ങളും വരുന്നുണ്ടല്ലോ. സീരിയൽസ് ഇപ്പോൾ ഒരുപാട് സീരിയൽസ് ആയി, അതിനെതിരെ സീരിയൽസ് നടക്കുന്നുണ്ട്. സീരിയലിന് ഒരു ഓഡിയൻസ് ഉണ്ട്. സീരിയൽ കാരണമാണ് ചാനലുകൾ നിലനിന്ന് പോകുന്നത്. പക്ഷെ അത്രത്തോളം തന്നെ വിമർശനങ്ങളും സീരിയലിലുണ്ട്. അതിനെ കുറിച്ച് ഇത്രയും സീനിയറായിട്ട് 40 വർഷം അഭിനയിക്കുകയാണല്ലോ. പണ്ട് സീരിയലൊക്കെ ഒരു നല്ല കഥകൾ അല്ലെങ്കിൽ നല്ല നോവലുകൾ, പഴയ ആൾക്കാർ കഥാകൃത്തുക്കൾ നോവലിസ്റ്റുകൾ എഴുതിയ കഥകളൊക്കെ ആയിരുന്നു അന്ന് എടുത്തിരുന്നത്. അതുപോലെ തന്നെ അന്ന് ഒരു അപ്രൂവൽ കൊടുക്കുമ്പോൾ ഇന്ന ആർട്ടിസ്റ്റ് അഭിനയിക്കുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ കൊടുക്കണം. എന്നിട്ട് ആ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ കൺസെൻറ്റ് ലെറ്റർ കൊടുക്കണം. തുടങ്ങിയത്. അപ്പോൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പം അതൊന്നുമില്ല. എല്ലാ ചാനലിലും ഒരു 10-12 സീരിയൽസ് ഉണ്ട്. ഭയങ്കര കോമ്പറ്റീഷനായി. പിന്നെ ഒരു സീരിയലിൽ എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് ക്ലിക്കായാലേ ഒരു അമ്മ മരുമകള് മറ്റേ ചോറിൽ മുളക് പുരട്ടി കൊടുക്കുന്ന ഒരു സീന്. അപ്പോൾ അടുത്ത സീരിയലിൽ വേറെ ചാനലിൽ ഇതേ സമയത്ത് വരുന്ന ഒരു സീരിയലിൽ ഇതുപോലെ മുളക് അല്ലെങ്കിൽ മുളകിന് തുല്യമായ കുരുമുളക് പുരട്ടി. അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. ഒരു കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ അടുത്ത സീരിയലിൽ കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിക്കണം. അങ്ങനെയാണ് കോമ്പറ്റീഷൻ. അത് ഹെൽത്തി അല്ല. അത് പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ അതൊരു കംഫർട്ട് അല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഒരേ സീരിയൽ, ഞാനത് ആ സീരിയലിൻ്റെയോ ചാനലിൻ്റെ പേര് പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഈ മുളക് ആദ്യം ഒരു സീനിൽ ഈ പച്ചമുളക് ഞരടി കൊടുക്കുന്നു, അത് കഴിച്ചു, ശരി. അടുത്ത സീനിൽ വെച്ച് വേറൊരു ലൊക്കേഷനിൽ ഇതേ അമ്മായിയമ്മ അല്ലെങ്കിൽ ഇതേ രണ്ടാനമ്മ മകൾക്ക് ഈ മറ്റേ വറ്റൽമുളകിൻ്റെ പൊടി, ചുവന്ന മുളകിൻ്റെ പൊടി വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഒരെണ്ണം നമ്മൾ മുളകിൻ്റെ ചെയ്തില്ലേ, ഇനിയിപ്പോൾ ചെയ്യണം. അത് അപ്പോൾ സാറ് പറഞ്ഞാൽ ശരിയായിരുന്നു, ചാനലൊന്ന് വിളിച്ചു നോക്കിയിട്ട് ചാനൽ ഇങ്ങനെ ഒരു സജഷനും വേണ്ട, രണ്ടാമത് പിന്നെ പൊടിയും കൂടെ വിലയിൽ കൊടുക്കണമെന്ന്. അങ്ങനെ അത് ആ സീരിയൽ ഇടയ്ക്കുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സാർ ഒരു സീരിയൽ ആക്ട് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമയായാലും സീരിയലായാലും ആദ്യം ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടർ മനസ്സിൽ ഉൾക്കൊണ്ടാണ് അഭിനയിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കഥ മാറ്റും, നായകനെ പോസിറ്റീവായുള്ള വില്ലനാക്കും, വില്ലനെ പോസിറ്റീവ് ആക്കും. അത് ഒരു അഭിനയത്തിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ? കാരണം നീണ്ടു പോകുന്നുണ്ട് വർഷങ്ങൾ സീരിയൽസ്. അങ്ങനെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഒരു നല്ല ക്യാരക്ടറായിട്ട് തുടങ്ങിയിട്ട് ഒരു സഹോദരിയുടെ മക്കളെയൊക്കെ നോക്കുന്ന, ഭയങ്കര സ്നേഹത്തോടെ നോക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഒരു ട്വിസ്റ്റ് വരുമ്പോൾ, അതായത് ഒരു റേറ്റിംഗ് കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ ചാനലിൽ നിന്ന് പറഞ്ഞ് ഈ ക്യാരക്ടർ നെഗറ്റീവാണ്, വില്ലനാക്കും. അങ്ങനെ വില്ലനായി. പക്ഷെ അങ്ങനെ സംഗതി അത് സക്സസ്ഫുൾ ആയിരുന്നു. അത് പക്ഷെ പലയിടത്തും പ്രശ്നമുണ്ട്. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് അന്ന് അത് പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ, അന്ന് അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ അന്ന് വളരെ സോഫ്റ്റായിട്ട് വളർന്നതായിട്ട് ചെയ്തിട്ട് നല്ല ക്യാരക്ടറായിട്ട് പിന്നെ മാറുമ്പോൾ ഉള്ള ഒരു പ്രയാസം, മാനസികമായ പ്രയാസമുണ്ട്.
പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അനുസരിച്ച് പോകുന്നത് ജോലിയുടെ ഒരു ഭാഗമായതുകൊണ്ട്. അപ്പൊ ഇതിപ്പോ കിരാത തിയേറ്ററിൽ ജനുവരിയിലെത്തുക. ജനുവരി 23-ാം തീയതിയാണ് ഇപ്പോൾ വേറെ സിനിമകൾ വേറെ സിനിമ. ഇപ്പോൾ ഞാനൊരു ക്രിസ്റ്റീന എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് ഉടനെ റിലീസുണ്ട്. അതൊരു ക്രൈം ത്രില്ലറാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഊടും പാവും എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് ഈ നെയ്ത്തുകാരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അത് തിരുവനന്തപുരത്താണ് അതിൻ്റെ ഷൂട്ട്. അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവരൊക്കെ പിന്നെ സിനിമകൾ അടുത്ത് ചെയ്തിട്ടില്ല. ഇല്ല, മമ്മൂട്ടിയോട് അവസാനം ചെയ്തത് മറ്റേ മധുരരാജ്. 6 വർഷം കഴിഞ്ഞു. അപ്പൊ ഇനി വീണ്ടും നല്ല നല്ല സിനിമകളുടെ ഭാഗമാവട്ടെ. പ്രേക്ഷകരോട് കിരാത എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് എന്താണ് പ്രേക്ഷകരോട്? കിരാത ഒരു ഇത് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ കിരാത കാണുന്നു. നമ്മുടെ മനസ്സിൽ ഒരുപാട് മാലിന്യങ്ങൾ കയറി കൂടിയിരുന്നു, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ കയറി കൂടിയിരുന്നു. അതൊക്കെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ ഇതുപോലത്തെ സിനിമകൾ കാണും. കിരാത ഒന്ന് കണ്ടു നോക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഇതിങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ, ഇതൊക്കെ ശരിയാണോ, നടന്ന കഥയെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് എൻ്റെ. അതുകൊണ്ട് ഇതെല്ലാവരും കാണണം. കിരാത ഒരു നല്ല സിനിമയുമാണ്, നല്ല ടെക്നിക്കലി നല്ല സിനിമയുമാണ് കിരാത എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരുപാട് കൂടുതലും യങ്സ്റ്റേഴ്സാണ്. അവരാണ് ഇതിൽ ശരിക്കും നല്ല വേഷങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരൊരിക്കലും യങ്സ്റ്റേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആണെന്നോ തോന്നാത്ത രീതിയിലാണ് അവരുടെ പെർഫോമൻസ്. ഞാനുള്ള സീനിൽ തന്നെ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അന്തം മുട്ടി. അത്ര ഇൻവോൾവ് ചെയ്താണ് ശരിക്കും. ആ ബഹളം വെച്ച് വരുന്ന ഒരു പയ്യൻ ബഹളം വെച്ചൊക്കെ വരുന്ന അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഈ നാർക്കോട്ടിക്സ്. അപ്പോൾ വരുന്ന കണ്ടത്തൊന്നും ശരിക്കും കഴിച്ചിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. അത്ര നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. അതൊരു ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഇതൊരു നന്മയായിട്ട് മാറും.